സർ, ഏറെ അഭിമാനകരമായ ഒരു നിമിഷത്തിലൂടെയാണ് രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഹൈഡ്രജൻ ട്രെയിൻ അതെ രാജ്യത്തിന് സമർപ്പിക്കപ്പെടുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലിയൊരു വിഷൻ സാക്ഷാത്കരിക്കപ്പെടുന്നു എന്ന് വേണം കരുതാൻ. ഒപ്പം കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിമാനത്താവളങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടുവരുന്ന ഹൈഡ്രജൻ ബസ്സുകൾ അതുടൻ യാഥാർത്ഥ്യമാകാൻ പോകുന്നു. എങ്ങനെ വിലയിരുത്താം? വലിയ ഇന്ധന വിപ്ലവത്തിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നത്. നമ്മൾ ഈ പരിപാടിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രധാനമന്ത്രി ഹരിയാനയിലെ ജിങ്ങിൽ നിന്നും സോനിപ്പത്തിലേക്കുള്ള 89 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഓടുന്ന ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന ട്രെയിനിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ടാകും. ഈ നേട്ടം ഉണ്ടാക്കുന്ന ലോകത്തെ 6ാമത്തെ രാജ്യമായി ഇന്ത്യ മാറുകയാണ്. ജർമ്മനിയിലാണ് ഇന്ധനം ഹൈഡ്രജനാക്കിക്കൊണ്ടുള്ള ആദ്യത്തെ ട്രെയിൻ സർവീസ് ആരംഭിച്ചത്. പിന്നീട് ഫ്രാൻസ്, ജപ്പാൻ, ചൈന, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. പക്ഷെ അവിടെയൊക്കെ ഈ ട്രെയിൻ 2 മുതൽ 4 വരെ കോച്ചുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ സ്വന്തമായി വികസിപ്പിച്ച സംവിധാനം ഉപയോഗിച്ച് ഇവിടെ 10 കോച്ചുള്ള ട്രെയിനാണ് സർവീസ് നടത്തുന്നത്. 2600 യാത്രക്കാരെ കൊണ്ടുപോകാം. 75 മുതൽ 110 കിലോമീറ്റർ വരെ വേഗതയിൽ ഇത് സർവീസ് നടത്തും. പ്രോട്ടോൺ എക്സ്ചേഞ്ച് മെംബ്രെയിൻ ഫ്യൂവൽ സെൽ PEMFC ആണ് ഇതിന് ഉപയോഗിക്കുന്ന സെല്ല്. ഇത് ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ സംയോജിപ്പിച്ചാണ് ഇന്ധനം ഉണ്ടാക്കുന്നത്. അപ്പൊ അവിടെ തന്നെ ജിങ്ങിൽ 3000 കിലോഗ്രാം ഹൈഡ്രജൻ സംഭരിക്കാനുള്ള ശേഷി ഇപ്പോൾ ഉണ്ട്. അതിനുള്ള പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ട്. റീഫ്യൂവലിംഗും മറ്റും അവിടെ നിന്നാണ് ചെയ്യുന്നത്. ഇത് ദേശീയ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ, കേന്ദ്ര സർക്കാരിന്റെ വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു പ്രൊജക്ടിന്റെ വിജയകരമായ ഉദ്ഘാടനമാണ് ഇപ്പോൾ നിർവഹിക്കപ്പെട്ടിരിക്കുന്നത്. 2030 5 കോടി മെട്രിക് ടൺ വർഷം തോറും ഹൈഡ്രജൻ ഇന്ധനം ഉൽപ്പാദിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം ഇടുന്നത്. 208 കോടി രൂപ ഈ പദ്ധതിക്ക് നീക്കിവെച്ചിട്ടുണ്ട്. മാത്രമല്ല ഡൽഹി മുതൽ കൊച്ചി വരെയുള്ള രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളിലും ഹൈഡ്രജൻ ബസ്സുകൾ ഓടിക്കാനുള്ള പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഡൽഹിയിൽ നിന്നും ആഗ്രയിലേക്ക്, പൂനെയിൽ നിന്നും മുംബൈയിലേക്ക്, ഭുവനേശ്വറിൽ നിന്നും കൊണാർക്കിലേക്ക്, തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്കും, കൊച്ചിയിൽ നിന്ന് ഇടപ്പള്ളിയിലേക്കുമാണ് ഹൈഡ്രജൻ ബസ്സുകൾ ഓടിക്കാൻ കേന്ദ്ര സർക്കാർ ലക്ഷ്യം ഇടുന്നത്. മാത്രമല്ല കേരളത്തിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നമ്മുടെ കൊച്ചി വിമാനത്താവളത്തിൽ ഹൈഡ്രജൻ ബസ്സുകൾ ഓടിക്കാനുള്ള വലിയ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അതിനുള്ള MOU സൈൻ ചെയ്യപ്പെട്ടു. അപ്പൊ അവിടെ BPCLുമായി ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി വൈദ്യുത വകുപ്പ് മന്ത്രി കഴിഞ്ഞ സർക്കാരിലെ ശ്രീ കൃഷ്ണൻകുട്ടിയാണ് MOU ഒപ്പുവെച്ചതിൽ ഒരാൾ. വിമാനത്തിനകത്ത് നിന്ന് ടെർമിനലുകൾ ഉണ്ട്. ഈ ടെർമിനൽ സർവീസ് നടത്തും, അല്ലെങ്കിൽ പുറത്തേക്ക് ഈ ഹൈഡ്രജൻ ബസ്സുകൾ സർവീസ് നടത്തും. ഒരു ബസ്സിന് 2.9 കോടി രൂപയാണ് ചെലവ് വരിക. 8.7 കോടി രൂപ ഇതിനായി നീക്കിവെച്ചിട്ടുണ്ട്. അത് കേരള ഹൈഡ്രജൻ വാലി ഇന്നൊവേഷൻ ക്ലസ്റ്റർ, അത് സംസ്ഥാന സർക്കാരിന്റെ സംരംഭമാണ്. BPCLും കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടുമാണ് ഇതിൽ പങ്കാളികളാകുന്നത്. അപ്പൊ ഇതിൽ സർവീസ് ആരംഭിച്ചു കഴിഞ്ഞാൽ 1000 കിലോവാട്ട് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിക്കും. റീഫ്യൂവലിംഗും ഒക്കെ ഇവിടെ നിന്നാണ് ചെയ്യുക. അപ്പോൾ ഇന്ത്യ വലിയ ഊർജ വിപ്ലവത്തിലേക്ക് പോവുകയാണ്. ഹൈഡ്രജൻ ഇന്ധനം ഉപയോഗിച്ചുള്ള ട്രെയിൻ സർവീസുകളും ബസ് സർവീസുകളും വ്യാപകമായി കഴിഞ്ഞാൽ നമുക്ക് സെൽഫ് സഫിഷ്യന്റ് ആയിട്ടുള്ള സ്വയം പര്യാപ്തമായിട്ടുള്ള ഒരു പുതിയ ഇന്ധന സംസ്കാരത്തിലേക്ക് നമ്മൾ പോവും. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് കാര്യമായി കുറയും. മാത്രമല്ല അന്തരീക്ഷ മലിനീകരണവും കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് വളരെ ശ്ലാഘനീയമായ ഒരു പരിപാടിയാണ് കേന്ദ്ര സർക്കാർ ഇന്ന് ആരംഭിച്ചിരിക്കുന്നത്. ഗംഭീരമായ തുടക്കമാണ് ഇതിൽ കുറിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി വരുന്ന നാളുകളിൽ കേരളത്തിലും ഇതിന്റെ ഫലം കണ്ടു തുടങ്ങും. ഹൈഡ്രജൻ ബസ്സുകൾ കേരളത്തിലും ഓടുവാൻ ആരംഭിക്കും.
ഇത്തരത്തിൽ വലിയൊരു സാങ്കേതികപരമായ വലിയൊരു വിപ്ലവത്തിന് കൂടി ഇന്ത്യ ഊന്നൽ നൽകുമ്പോൾ നമുക്കറിയാം GDP റേറ്റിംഗിൽ ഉൾപ്പെടെ ഇന്ത്യ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അത്തരത്തിൽ ഇന്ത്യയുടെ വളർച്ച താഴേക്ക് പോകുന്നു എന്ന് പറയുന്നവരോട് രാജ്യത്തിനകത്ത് നടക്കുന്ന ഇത്തരം വികസനങ്ങളെ കുറിച്ച് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ഇത് കേരളത്തിലെ മാധ്യമങ്ങൾ പൊതുവിൽ ഇത്തരം കാര്യങ്ങൾക്ക് വലിയ ശ്രദ്ധ കൊടുക്കുന്നില്ല, വളരെ പ്രചാരണം കൊടുക്കുന്നില്ല. അത് തീരെ നല്ല കാര്യമല്ല. വികസന പ്രവർത്തനങ്ങൾ അത് എല്ലാ വിഭാഗം ജനങ്ങളെയും, അത് പിന്നെ താഴെ തട്ടിലുള്ള ആൾക്കാരെന്നോ മധ്യവർഗമെന്നോ അല്ലെങ്കിൽ ഉന്നത പിന്നെ സ്റ്റാറ്റപ്പെട്ട സമൂഹത്തിലെ ഏറ്റവും ഉന്നതർ എന്ന് പറയുന്ന ആൾക്കാരെ ഒക്കെ മാത്രം ബാധിക്കുന്ന പ്രശ്നമൊന്നുമല്ല. എല്ലാ വിഭാഗം ആൾക്കാർക്കും പ്രയോജനം ലഭിക്കുന്ന വലിയ കുതിച്ചുചാട്ടത്തിന് പിന്നെ പല പദ്ധതികളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുന്നുണ്ട്. പക്ഷെ ഇതിന് ഈ പ്രത്യേക ജനവിഭാഗങ്ങൾക്കിടയിൽ മാത്രമേ പ്രചാരണമുള്ളൂ. എല്ലാ തട്ടിലേക്കും ഇതെത്തുന്നില്ല. മാധ്യമങ്ങൾ ഇതിലെ നല്ല പങ്ക് വഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. രാഷ്ട്രീയ വാർത്തകൾ, രാഷ്ട്രീയ വിവാദങ്ങൾ, ഈ പിന്നെ എന്താണ് കുമിള പോലെ പൊട്ടിപ്പോകുന്ന തൽക്കാലത്തെ ഒരു ദിവസമോ 2 ദിവസമോ മാത്രം ആയുസ്സുള്ള ചില കാര്യങ്ങൾക്കാണ് മാധ്യമങ്ങളെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം പ്രത്യേകിച്ച് ശാസ്ത്ര സാങ്കേതിക മേഖലയിലുള്ള വലിയ ഡെവലപ്മെന്റുകൾ, അത് ജനജീവിതത്തെ സമസ്ത മേഖലയിലും ബാധിക്കുന്ന ഗുണപരമായ മാറ്റമുണ്ടാക്കുന്ന ഇത്തരം കാര്യങ്ങൾക്ക് മാധ്യമങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ. സത്യം പറഞ്ഞാല് സർക്കാരിന്റെ ഔദ്യോഗിക മാധ്യമങ്ങളൊക്കെ ഈ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വാർത്തകളാണ് കൊടുക്കാറുള്ളത്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന മറ്റു മാധ്യമങ്ങൾ ഇതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. നമ്മുടെ അജണ്ട മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുകൂടി ഈ അവസരത്തിൽ പ്രത്യേകം പറയേണ്ടതുണ്ട്. എന്തായാലും രാജ്യം വളരെ വലിയ രീതിയിലുള്ള ഒരു സാങ്കേതിക വിപ്ലവത്തിൽ കൂടി മുന്നിട്ട് നിൽക്കുകയാണ്. ഹൈഡ്രജൻ ട്രെയിനുകൾ രാജ്യത്തിന് സമർപ്പിക്കപ്പെടുന്നു. നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹൈഡ്രജൻ ട്രെയിനുകൾ രാജ്യത്തിന് സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കേരളത്തിൽ എത്താൻ പോകുന്ന അല്ലെങ്കിൽ കേരളത്തിൽ യാഥാർത്ഥ്യമാകുന്ന ഹൈഡ്രജൻ ബസ്സുകൾ ഈ രീതിയിൽ വളരെ വലിയൊരു സാങ്കേതിക വിപ്ലവത്തിനാണ് രാജ്യം ഒന്നടങ്കം സാക്ഷ്യം വഹിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. വ്യക്തമാണ്. താങ്ക് യു പ്രദീപ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.